നമസ്കാരം, ലേണിംഗ് ലാബിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 6 ആചരിക്കുന്ന ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ലേണിംഗ് ലാബ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വിഷയത്തിൽ നിന്ന് സ്കൂൾ ക്വിസുകളിലും വിവിധ മത്സര പരീക്ഷകളിലും പൊതുവിജ്ഞാന പരിപാടികളിലും സാധാരണയായിട്ട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ ഒരു ചോദ്യോത്തര രൂപത്തിൽ നമുക്ക് പരിചയപ്പെടാം. കൂടാതെ ഈ ഒരു വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ടുണ്ടാകും. അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ശരിയുത്തരം നൽകിയവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളുടെ പേര് അടുത്ത വീഡിയോയിൽ പരാമർശിക്കുന്നതാണ്. ഹിരോഷിമ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ഉത്തരം ഓഗസ്റ്റ് 6. അണുബോംബ് ആക്രമണം നടന്ന രാജ്യം ഏത്? ശരിയായ ഉത്തരം ജപ്പാൻ. ഹിരോഷിമയിൽ ഉപയോഗിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു? ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ ഉപയോഗിച്ച അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ്. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് ഏത് വർഷമാണ്? ഹിരോഷിമയിൽ 1945 അണുബോംബ് വർഷിച്ചത്. ലിറ്റിൽ ബോയ് വഹിച്ച വിമാനത്തിന്റെ പേര് എന്താണ്? ഉത്തരം എനോള ഗേ. ഈ ഒരു വിമാനത്തിൽ നിന്നാണ് ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണം നടത്തിയത്. ഹിരോഷിമയിൽ ബോംബ് പതിച്ച സമയം എത്രയായിരുന്നു? രാവിലെ 8:15. ഈ ഒരു സമയം ഹിരോഷിമയിൽ ഇന്നും ഒരു അനുസ്മരണമായി ഓർമ്മിക്കപ്പെടുന്നു. ഹിരോഷിമയ്ക്ക് ശേഷം അണുബോംബ് ആക്രമണം നേരിട്ട നഗരം ഏത്? ശരിയായ ഉത്തരം നാഗസാക്കി. നാഗസാക്കിയിലാണ് ഹിരോഷിമയ്ക്ക് ശേഷം രണ്ടാമതായി അണുബോംബ് ആക്രമണം നടത്തിയത്. നാഗസാക്കിയിലെ ആക്രമണം നടന്നത് ഏത് തീയതിയിലാണ്? ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ അണുബോംബ് ആക്രമണം നടന്നത്. നാഗസാക്കിയിൽ ഉപയോഗിച്ച അണുബോംബിന്റെ പേര് എന്താണ്? ഫാറ്റ്മാൻ എന്നതാണ് ശരിയായ ഉത്തരം. ഫാറ്റ്മാൻ വഹിച്ച വിമാനത്തിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ബോക്സ് കാർ. അണുബോംബ് ആക്രമണം നടന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഹാരി എസ് ട്രൂമാൻ. അണുബോംബ് ആക്രമണം നടന്ന സമയത്തെ ജപ്പാൻ ചക്രവർത്തി ആരായിരുന്നു? ശരിയായ ഉത്തരം ഹിരോഹിതോ എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ നയിച്ച ചക്രവർത്തിയായിരുന്നു ഹിരോഹിതോ. അണുബോംബ് നിർമ്മിച്ച അമേരിക്കയുടെ രഹസ്യ പദ്ധതിയുടെ പേര് എന്താണ്? മാൻഹാറ്റൻ പ്രൊജക്റ്റ് എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര്? ജെ റോബർട്ട് ഓപ്പൺഹൈമർ ആണ് അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. ലോകത്തിലെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന്റെ പേര് എന്താണ്? ഉത്തരം ട്രിനിറ്റി ടെസ്റ്റ് എന്നതാണ്. അണുബോംബിന്റെ ആദ്യ വിജയകരമായ പരീക്ഷണമായിരുന്നു ഇത്. ട്രിനിറ്റി പരീക്ഷണം നടന്ന രാജ്യം ഏത്? ഉത്തരം അമേരിക്കയാണ്. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലാണ് ഈ ഒരു ട്രിനിറ്റി പരീക്ഷണം നടന്നത്. ലിറ്റിൽ ബോയ് ബോംബിൽ ഉപയോഗിച്ച പ്രധാന മൂലകം ഏതാണ്? ഉത്തരം യുറേനിയം 235.
ഈ അണുബോംബിൻ്റെ ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ പ്രധാന ഇന്ധനമായിരുന്നു യുറേനിയം 235 എന്ന് പറയുന്നത്. ഫാറ്റ്മാൻ എന്ന അണുബോംബിൽ ഉപയോഗിച്ച പ്രധാന മൂലകം ഏത്? ഉത്തരം പ്ലൂട്ടോണിയം 239. നാഗസാക്കിയിലെ ഫാറ്റ്മാൻ എന്ന ബോംബിൽ പ്ലൂട്ടോണിയം 239 എന്ന മൂലകമാണ് ഉപയോഗിച്ചത്. ഹിരോഷിമ അനുസ്മരണ ചടങ്ങുകളുടെ പ്രധാന സന്ദേശം എന്താണ്? ലോക സമാധാനവും ആണവായുധ നിർമ്മാർജ്ജനവുമാണ് ഹിരോഷിമ അനുസ്മരണ ചടങ്ങുകളുടെ പ്രധാന സന്ദേശമെന്ന് പറയുന്നത്. ബോംബർ വിമാനങ്ങൾ പറന്നുയർന്ന പസഫിക് ദ്വീപ് ഏതാണ്? ടിനിയൻ ദ്വീപ് എന്നതാണ് ശരിയായ ഉത്തരം. അണുബോംബ് ദൗത്യത്തിനായിട്ട് വിമാനങ്ങൾ പുറപ്പെട്ടത് ഈ ഒരു ദ്വീപിൽ വെച്ചാണ്. ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട 1945 പ്രഖ്യാപനം ഏത്? ഉത്തരം പോട്സ്ഡാം പ്രഖ്യാപനം. യുദ്ധം അവസാനിപ്പിക്കാൻ സഖ്യരാജ്യങ്ങൾ നൽകിയ പ്രധാന പ്രഖ്യാപനമായിരുന്നു ഇത്. അണുബോംബ് ആക്രമണം നടന്നത് ഏത് ലോകമഹായുദ്ധകാലത്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ ഒരു അണുബോംബ് ആക്രമണം നടന്നത്. ജപ്പാൻ കീഴടങ്ങൽ പ്രഖ്യാപിച്ച തീയതി ഏത്? ആയിരത്തി 1945 ഓഗസ്റ്റ് 15 ജപ്പാൻ കീഴടങ്ങൽ പ്രഖ്യാപനം നടത്തിയത്. ജപ്പാന്റെ ഔപചാരിക കീഴടങ്ങൽ ഒപ്പുവെച്ചത് എവിടെ വെച്ചാണ്? USS മിസോറി യുദ്ധക്കപ്പലിൽ വെച്ചാണ് ജപ്പാൻ കീഴടങ്ങൽ കരാറിൽ ഒപ്പുവെക്കുന്നത്. ഹിരോഷിമ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജാപ്പനീസ് ദ്വീപ് ഏത്? ഉത്തരം ഹോൺഷു. ജപ്പാനിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഹോൺഷു. നാഗസാക്കി ഏത് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ക്യുഷു. ജപ്പാനിലെ പ്രധാനപ്പെട്ട ദ്വീപുകളിൽ ഒന്നാണ് ക്യുഷു. ഇവിടെയാണ് നാഗസാക്കി സ്ഥിതി ചെയ്യുന്നത്. ഹിരോഷിമ നഗരത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയുടെ പേര് എന്ത്? ഉത്തരം ഓട്ട നദി. 1945 അവസാനത്തോടെ ഹിരോഷിമയിൽ ഏകദേശം എത്ര പേർ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു? ഏകദേശം 1,40,000 പേർ മരിച്ചുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അണുബോംബ് സ്ഫോടനത്തിന് ശേഷം കാണുന്ന കൂൺ ആകൃതിയിലുള്ള മേഘത്തെ എന്തു വിളിക്കുന്നു? മഷ്റൂം ക്ലൗഡ് എന്നതാണ് ശരിയായ ഉത്തരം. ബോംബ് പൊട്ടിത്തെറിച്ച സ്ഥലത്തിനു നേരെ താഴെയുള്ള ഭാഗത്തെ എന്തു വിളിക്കുന്നു? ഗ്രൗണ്ട് സീറോ അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ വിളിക്കുന്നത്. അണുബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരെ ജപ്പാനിൽ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഉത്തരം ഹിബാകുഷ. അണുബോംബ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കുള്ള ജാപ്പനീസ് പേരാണ് ഹിബാകുഷ. അണുവികിരണം മൂലം അതിജീവിച്ചവരിൽ വ്യാപകമായി കണ്ട ഗുരുതര രോഗം ഏത്? ഉത്തരം ലുക്കീമിയ, അതായത് രക്താർബുദം. 1000 കടലാസ് കൊക്കുകൾ മടക്കാൻ ശ്രമിച്ച ഹിരോഷിമയിലെ പെൺകുട്ടി ആര്? ഉത്തരം സഡാക്കോ സസാക്കി. ലോക സമാധാനത്തിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്ന കുട്ടിയാണ് സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കി മരിക്കാൻ കാരണമായ രോഗം ഏത്? ലുക്കീമിയ മൂലമാണ് സഡാക്കോ സസാക്കി മരണപ്പെട്ടത്. അണുവികിരണത്തിൻ്റെ ഭാഗമായാണ് ഈ ഒരു രോഗം പിടിപെട്ടത്.
1000 കടലാസ് കൊക്കുകൾ മടക്കിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ജാപ്പനീസ് വിശ്വാസം? ആഗ്രഹം സഫലമാകും. അതായത് ജപ്പാനിലെ ഒരു പ്രശസ്തമായ പരമ്പരാഗത വിശ്വാസമാണിത്. കടലാസ് മടക്കി രൂപങ്ങൾ ഉണ്ടാക്കുന്ന ജാപ്പനീസ് കലയുടെ പേര് എന്താണ്? ഉത്തരം ഒറിഗാമി. കടലാസ് ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ നിർമ്മിക്കുന്ന കലാരൂപമാണിത്. കടലാസ് കൊക്ക് ഇന്ന് എന്തിൻ്റെ പ്രതീകമായാണ് അറിയപ്പെടുന്നത്? ലോക സമാധാനത്തിൻ്റെ പ്രതീകമായാണ് കടലാസ് കൊക്കുകൾ അറിയപ്പെടുന്നത്. ഹിരോഷിമയിൽ ഇന്നും സംരക്ഷിക്കപ്പെടുന്ന പ്രശസ്ത സ്മാരക കെട്ടിടം ഏത്? ജൻബാക്കു ഡോം. അണുബോംബ് ആക്രമണത്തിൻ്റെ ഓർമ്മയായിട്ടാണ് ഈ ഒരു കെട്ടിടം സംരക്ഷിച്ചിരിക്കുന്നത്. ജൻബാക്കു ഡോം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് ഏത് വർഷമാണ്? ശരിയായ ഉത്തരം 1996. ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് യുനെസ്കോ ഈ ഒരു അംഗീകാരം നൽകിയിട്ടുള്ളത്. ഹിരോഷിമയിലെ പ്രശസ്തമായ സമാധാന പാർക്കിൻ്റെ പേര് എന്താണ്? ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് എന്നതാണ് ഈ ഒരു സമാധാന പാർക്കിൻ്റെ പേര്. അണുബോംബ് ദുരന്തത്തിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച പാർക്കാണിത്. സഡാക്കോ സസാക്കിയുടെ ഓർമ്മയ്ക്കായി സമാധാന പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്മാരകം ഏത്? ശരിയായ ഉത്തരം കുട്ടികളുടെ സമാധാന സ്മാരകം എന്നതാണ്. ഹിരോഷിമ സമാധാന പാർക്കിലെ സമാധാന ജ്വാല എപ്പോൾ വരെ കത്തിക്കൊണ്ടിരിക്കും? ലോകത്തിലെ എല്ലാ ആണവായുധങ്ങളും ഇല്ലാതാകുന്നതുവരെ സമാധാന ജ്വാല കത്തിക്കൊണ്ടിരിക്കും. അണുബോംബ് ആക്രമണത്തിന് ശേഷം ആദ്യം പൂവിട്ടതായി അറിയപ്പെടുന്ന ഹിരോഷിമയുടെ ഔദ്യോഗിക പുഷ്പം ഏത്? ഉത്തരം അരളി. ദുരന്തത്തിന് ശേഷവും ജീവിതം തിരികെ വന്നതിൻ്റെ പ്രതീകമായാണ് ഈ പൂവ് കണക്കാക്കപ്പെടുന്നത്. ഹിരോഷിമ എന്ന പ്രശസ്ത പുസ്തകം എഴുതിയത് ആര്? ഉത്തരം ജോൺ ഹെർസി. ഹിരോഷിമ ദുരന്തത്തിൻ്റെ അനുഭവങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തിയ പുസ്തകമാണ് ഹിരോഷിമ. ആണവായുധ വ്യാപനം തടയാൻ രൂപീകരിച്ച അന്താരാഷ്ട്ര കരാർ ഏത്? ആണവ നിർവ്യാപന കരാർ NPT. ആണവായുധങ്ങളുടെ വ്യാപനം നിയന്ത്രിക്കുകയാണ് ഈ ഒരു കരാറിൻ്റെ ലക്ഷ്യം. ആണവോർജത്തിൻ്റെ സമാധാനപരമായ ഉപയോഗം നിരീക്ഷിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസി ഏത്? IAEA എന്നതാണ് ഉത്തരം. ആണവോർജം സുരക്ഷിതമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഈ ഒരു സ്ഥാപനം നിരീക്ഷിക്കുന്നു. IAEAയുടെ ആസ്ഥാനം എവിടെയാണ്? ഓസ്ട്രിയയിലുള്ള വിയന്നയാണ് ഈ ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഓഫീസ് എന്ന് പറയുന്നത്. ഹിരോഷിമ സന്ദർശിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഉത്തരം ബറാക് ഒബാമ. 2016 ബറാക് ഒബാമ ഹിരോഷിമ സന്ദർശിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ഹിരോഷിമ ദിനത്തിൽ ലോകമെമ്പാടും ഉയർത്തിപ്പിടിക്കുന്ന ആശയം എന്താണ്? ഉത്തരം ആണവായുധരഹിത ലോകം. ഇതോടെ ഹിരോഷിമ ദിനം GK ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്നത്തെ ബോണസ് ചോദ്യം. ലോക സമാധാനത്തിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്ന പക്ഷി ഏതാണ്? ലോക സമാധാനത്തിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്ന പക്ഷി ഏതാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ശരിയുത്തരം നൽകിയവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളുടെ പേര് അടുത്ത വീഡിയോയിൽ പരാമർശിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകാനും ലേണിംഗ് ലാബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.